കൈലഡോസ്കോപ്പിലേക്ക്. ഭൂമിയിൽ പച്ചപ്പിന്റെ പാരാവാരം തീർക്കാൻ ജീവിതം സമർപ്പിച്ച കുറേയേറെ മനുഷ്യർ, അവരുടെ ജീവിതത്തിലേക്കാണ് ഇത്തവണ കൈലഡോസ്കോപ്പ് കൺതുറക്കുന്നത്. ഈ ഭൂമിയിൽ പലപ്പോഴും ഇവർ തനിച്ചാണ്. ഈ പച്ചപ്പ് തന്നെ മാഞ്ഞാൽ ഭൂമി തന്നെ ഇല്ലാതാകുമെന്ന് ഇവർ ധീരമായി വിളിച്ചു പറയുന്നു. നമ്മളിൽ പലരും അവരെ കളിയാക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ നമ്മൾ തിരിച്ചറിയും, അവർ പറഞ്ഞതാണ് ശരിയെന്ന്, അവരാണ് ശരിയെന്ന്. അതെ, ഈ ഭൂമിയെ സ്നേഹിക്കുന്ന പച്ച മനുഷ്യരുടെ ജീവിതം പറഞ്ഞെത്തുന്ന പ്രത്യേക എപ്പിസോഡിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പച്ചക്കുപ്പായമിട്ട് തലയിൽ പച്ച തൊപ്പി വെച്ച് പച്ച നിറമുള്ള ബൈക്കിൽ മരങ്ങളെയൊക്കെ പരിപാലിച്ചു നടക്കുന്ന ഒരു പ്രൊഫസറുണ്ട് കോഴിക്കോട്ട്. പ്രകൃതിയും പച്ചപ്പുമാണ് ശോഭീന്ദ്രൻ മാഷിന്റെ അജണ്ട. അദ്ദേഹത്തിന്റെ ഓരോ യാത്രകളും ഭൂമിയുടെ നല്ല നാളേക്കുള്ള കരുതലുകളാണ്. കോഴിക്കോടിന്റെ വഴിത്താരകളിൽ പച്ചപ്പിന്റെ ആളടയാളമായി സദാ ഈ മനുഷ്യനുണ്ടാകും. ചില നേരങ്ങളിൽ വഴിയരികിൽ ഒരു മരത്തെ നട്ട, മറ്റു ചിലപ്പോൾ ആൾക്കൂട്ടത്തിനു മുന്നിൽ ഒരു പരിസ്ഥിതി ജാതിയുടെ മുൻനിരക്കാരനായി. പിന്നെയും ചില നേരങ്ങളിൽ പച്ച പെയിന്റടിച്ച ബൈക്കിൽ എവിടെയോ അനധികൃതമായി മരം മുറിച്ചുവെന്ന് കേട്ടാൽ ധൃതിപ്പെട്ടു പായുന്ന കാഴ്ചയിൽ. അങ്ങനെ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ എന്ന ഈ പച്ച മനുഷ്യന് മുഖങ്ങളേറെ, ദൗത്യങ്ങളേറെ. എല്ലാ ദൗത്യങ്ങളിലും പക്ഷേ വിഷയവും പ്രമേയവും ഒന്നു മാത്രം: പരിസ്ഥിതി. ശോഭീന്ദ്രൻ മാഷിന്റെ ഓരോ യാത്രയും പച്ചപ്പ് കാക്കാനായുള്ളതാണ്. കോളേജ് അധ്യാപനം കഴിഞ്ഞുള്ള ഈ വിശ്രമകാലത്തും മാഷിന് നിമിഷനേരം പോലും വിശ്രമമില്ല. ജീവിതകാല കഥ എന്ന് പറയുന്ന ഒരു ചെറുകഥ മാത്രമാണ്, ഒരു ചെറിയ കഥ. ജനനത്തിനും മരണത്തിനും ഇടയിൽ നടക്കുന്ന ഒരു ചെറിയ കഥ. നമുക്കത് വലിയ കഥയായിട്ട് തോന്നും. ആ കഥയിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് വലിയ കഥയായിട്ട് തോന്നും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പടവുകൾ താണ്ടി നമ്മൾ പ്രപഞ്ച അനന്തതയിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം എന്ന് പറയുന്നത് ഒരു സൂചിക്കുത്ത് പോലെ പോലും ഇല്ലാത്ത ഒരു ഗുരുവായൂരപ്പൻ കോളേജിന്റെ മൊട്ടക്കുന്നിനെ പച്ചയുടിപ്പിച്ച കുട്ടികളുടെ ഈ പ്രിയപ്പെട്ട അധ്യാപകന് പറയാൻ ഒരു ഭൂതകാലമുണ്ട്. ആ കഥ കർണാടകത്തിൽ നിന്നും തുടങ്ങുന്നു. സിവിൽ സർവീസ് പഠനത്തിനായി ബാംഗ്ലൂരിലെ ബന്ധുവീട്ടിൽ പാർക്കുന്ന കാലം. 2ാം തവണ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കവെയാണ് അവിടെയൊരു ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായത്. അധികം വൈകാതെ റൂറൽ സർവീസിന് പോകാൻ അവസരം കിട്ടിയപ്പോൾ ശോഭീന്ദ്രൻ കർണാടകയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെത്തി. ആ നാടും ചുറ്റുപാടും ഇന്നത്തെ ശോഭീന്ദ്രൻ മാഷിനെ സൃഷ്ടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രമേൽ ആത്മബന്ധം പുലർത്തുന്നു മാഷ് ആ നാടുമായി. മുളക്കാൽമുരു എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു ചെറിയ ടൗണ് നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ, ചെറിയൊരു ടൗണ്, ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ കുഗ്രാമത്തിൽ നിന്നുള്ളവരാ. അപ്പം അതുകൊണ്ട് തനി ഗ്രാമത്തിൻ്റെ എല്ലാ ലക്ഷണമുള്ള കുട്ടികൾ. കഥയിൽ ഇപ്പം ഞാനൊരു അധ്യാപകനായിട്ട് അങ്ങോട്ട് വന്നത്, അത് ഞാൻ അന്വേഷിച്ച് ചെന്നതല്ല.
ഒരു അധ്യാപകനാവാനുള്ള അവസരങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നതുകൊണ്ട് ഞാൻ അതിൽ പെട്ടുപോയതുമാണ്. പെട്ടുപോയതിന് ശേഷം ഈ കുട്ടികളാണ്, എൻ്റെ സ്റ്റുഡൻസാണ് എനിക്കൊരു അധ്യാപകൻ്റെ രൂപം തന്നത്. അവിടെ കുട്ടികളുമായുണ്ടായ ചങ്ങാത്തം, കുഗ്രാമങ്ങളിലേക്ക് അവരൊന്നിച്ചുള്ള യാത്രകൾ, ഗ്രാമങ്ങളിലെ മനോഹരമായ ആഘോഷങ്ങൾ, അങ്ങനെ നീളുന്നു ശോഭീന്ദ്രൻ മാഷിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ അനുഭവങ്ങൾ. അവിടുത്തെ കാടും പച്ചപ്പും പച്ചപ്പിനെ സൃഷ്ടിക്കുന്നവരും ആ മനസ്സിനെ അത്രമേൽ സ്വാധീനിച്ചു. ഇടയ്ക്ക് അവധിക്കാലത്ത് നാട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ ചേർന്ന് കോഴിക്കോട്ടെ ഗുരുവായൂരപ്പൻ കോളേജിൽ അപേക്ഷ നൽകി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ചിത്രദുർഗയിലെ ആ ഗ്രാമം വിട്ടു. വളർന്നു വന്ന ഒരു ചെടിയെ വേരോടെ പിഴുതെടുത്തുവെന്ന ആ സംഭവത്തെ ശോഭീന്ദ്രൻ മാഷ് തന്നെ ഓർത്തെടുക്കും. ഗുരുവായൂരപ്പൻ കോളേജിലെത്തിയ ആദ്യ നാളുകൾ മാഷിന് തീർത്തും നിരാശയുടേതായിരുന്നു. പതിയെ പതിയെ അവിടെയും മാഷ് കുട്ടികളുടെ ഹൃദയത്തിൽ തൊട്ടു തുടങ്ങി. മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു തുടങ്ങി. കാലക്രമത്തിൽ മാഷിന്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പസിന് പുറത്തേക്കും നീണ്ടു. ഇന്ന് വയനാടൻ ചുരം വരെ കടന്നിരിക്കുന്നു മാഷിന്റെ മരന്നടിയിലും പരിസ്ഥിതി പ്രവർത്തനം. പരിസ്ഥിതിയോടും പരിസ്ഥിതി പ്രവർത്തനത്തോടുമുള്ള ഇന്നത്തെ കാഴ്ചപ്പാട് മാറണമെന്ന് തന്നെ മാഷ് പറയും. ഈ വെള്ളം നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ, സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ഈ ചോദ്യം ഇതുവരെ ഇവിടെ ഉണ്ട്, പക്ഷെ ആ ചോദ്യം മനസ്സിൽ തട്ടിയിട്ടില്ല ആർക്കും. അങ്ങനെ ഒരു ചോദ്യം, മഴവെള്ളമല്ലേ നമ്മുടെ കുടിവെള്ളം, മഴവെള്ളമല്ലേ നമ്മുടെ കൃഷിയിലേക്കുള്ള നനവെള്ളം, മഴവെള്ളമല്ലേ ഈ ഭൂമിയിൽ ജീവന് നിദാനമായിട്ടുള്ളത്. മഴയില്ല എങ്കിൽ, ജലമില്ല എങ്കിൽ ജീവനുമില്ല, ഭൂമിയിൽ ജീവജാലങ്ങളുമില്ല. ഏതായാലും ശോഭീന്ദ്രൻ മാഷിന്റെ ഹരിതാപയാത്രകൾ തുടരുക തന്നെയാണ്. പച്ചക്കുപ്പായമിട്ട പച്ചത്തൊപ്പിയണിഞ്ഞു പാഞ്ഞുപോകുന്ന മാഷിന്റെ കാഴ്ച പുതിയ കാലത്തിന്റെ വരണ്ട ഭാവത്തിന് കുളിർമയേകാനാണ്. മരങ്ങൾ നടണമെന്ന്, പ്രകൃതിയെ കാത്തുവയ്ക്കണമെന്ന്, ഭൂമിയുടെ പച്ചപ്പ് നമ്മുടെ ജീവൻ പോലെ പ്രധാനമാണെന്ന് ശോഭീന്ദ്രൻ മാഷിന്റെ ഓരോ ചുവടും ലോകത്തോട് വിളിച്ചു പറയുന്നു. കേരളത്തിന്റെ വടക്കേയറ്റത്ത് സ്വന്തമായി കാടുപണിത ഒരു മനുഷ്യനുണ്ട്. പരിസ്ഥിതിയെയും പ്രകൃതിയെയും കുറിച്ചൊക്കെ പ്രസംഗിച്ചു നടക്കാതെ പ്രവർത്തിച്ചു കാണിച്ച ഒരാൾ. പകുതി കളിയായും പകുതി കാര്യമായും ഇദ്ദേഹത്തെ ലോകം ഫോറസ്റ്റ് കരീം എന്ന് വിളിക്കും. നമുക്ക് പോകാം കരീമിന്റെ കാട്ടിലേക്ക്, ആ കാടിന്റെ നടുവിലെ വീട്ടിലേക്ക്. ചൂടും വരൾച്ചയും എല്ലാ അതിരുകളും വിട്ടപ്പോഴാണ് നാം പച്ച മനുഷ്യരെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. കേരളത്തിന്റെ വടക്കേയറ്റത്ത് സ്വന്തം പ്രയത്നത്താൽ പച്ചപ്പിന്റെ വലിയ സമാഹാരമൊരുക്കിയ ഒരാൾ, കാസർഗോഡ് പരപ്പക്കാരനായ കരീം. 32 ഏക്കർ ഭൂമിയിൽ സ്വന്തമായി കാട് തീർത്താണ് കരീം പ്രകൃതിയോടുള്ള തന്റെ കടമ നിർവഹിക്കുന്നത്. (1977) LICയുടെ ഫോറിൻ ഏജന്റായിരിക്കെ നടത്തിയ ദുബൈ സഞ്ചാരത്തിനിടയിലാണ് കരീം കാടുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഷെയ്ഖ് സായിദ് നടത്തിയ ദുബൈ ഹരിതവൽക്കരണം കണ്ട കരീം നാട്ടിൽ തിരിച്ചെത്തി കാടിനെക്കുറിച്ച് ചിന്തിച്ചു. ആ ആവേശത്തിൽ 5 ഏക്കർ ഭൂമി വാങ്ങുകയും ചെയ്തു. വിവിധ ഇനത്തിൽപ്പെട്ട 300ഓളം മരത്തൈകൾ പിടിപ്പിച്ചു. എന്നാൽ വരണ്ടുണങ്ങിയ പാറപ്പുറത്ത് വേനലിനെ അതിജീവിച്ചത് ഒരു മരുത് മാത്രം. ആ മരുതാണ് കാടുമായി മുന്നോട്ടു പോകാൻ തനിക്ക് പ്രചോദനമായതെന്ന് കരീം പറയും. അങ്ങനെ 27 ഏക്കർ ഭൂമി കൂടി വാങ്ങി കരീം. 35 വർഷങ്ങൾക്കിപ്പുറം വിവിധ ഇനത്തിൽപ്പെട്ട 800-ലധികം മരങ്ങളും 300-ലധികം പുഷ്പിക്കുന്ന സസ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ്
കരീം ഫോറസ്റ്റ് എന്ന് വിളിക്കുന്ന ഈ കാട് ഇന്ന് ജില്ലയിലെ തന്നെ ലക്ഷണമൊത്ത കാടുകളിലൊന്നായി മാറിയിരിക്കുന്നു ഇത്. ഈ മനുഷ്യാത്ഭുതം കാണാനും അറിയാനും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള വിദ്യാർത്ഥികളും ഗവേഷകരും ഇവിടുത്തെ നിത്യസന്ദർശകരാണ്. കേരളം ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത വിധം വറ്റി വരണ്ടപ്പോഴും അതൊന്നും കരീമിന്റെ കാടിനെ ബാധിച്ചിട്ടില്ല. സമീപത്തുള്ളവരെല്ലാം കുടിവെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ ഈ കാട്ടിലെ കിണറുകളിലും കുളങ്ങളിലും വെള്ളം സുലഭമാണ്. മാത്രവുമല്ല, പലയിടത്തും 40 ഡിഗ്രി വരെ താപനില ഉയർന്നപ്പോഴും ഇവിടെ 28 മുതൽ 29 ഡിഗ്രി വരെയാണ് ശരാശരി താപനില. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുല്ലുമുളയ്ക്കാത്ത പാറപ്പുറത്താണ് ഈ മാറ്റം എന്നറിയുമ്പോഴാണ് ഒരു കാട് സാധിച്ച വിപ്ലവം നമുക്ക് മനസ്സിലാവുക. ഈ കാടിനകത്ത് തന്നെയാണ് കരീമിന്റെ വീടും. ഒരുപക്ഷെ സ്വന്തമായി നിർമ്മിച്ച കാടിനടുത്ത് വീട് വെച്ച് താമസിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യനായിരിക്കും കരീം. പണ്ട് പാറപ്പുറത്ത് മരം നടുന്നത് കണ്ട് പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് കരീമിന്റെ ഈ വിജയം. കവിത എഴുതിയാലും പ്രസംഗിച്ചാലും കാട് വളരുമായിരുന്നുവെങ്കിൽ കേരളം മുഴുവെന്ന് കപട പരിസ്ഥിതിവാദികളെ പരിഹസിക്കുന്നു ഇദ്ദേഹം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിച്ചാലും പാട്ടുപാടിയാലും കവിത എഴുതിയാലും എല്ലാം കാട് വളരുമെങ്കിൽ കേരളം മൊത്തം കാടാവണ്ടേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രവർത്തിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് പറയാം. നമ്മൾ ആദ്യം പ്രവർത്തിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് പറയാം. അതല്ലേ ഇവിടെ ഇത്ര വിശ്വാസം വരാൻ കാരണം എന്താ? ഞാൻ ചെയ്തത് മറ്റുള്ളവർക്ക് കാണിച്ചു, എന്താ നിങ്ങളും ചെയ്യും. ഇതെല്ലാവരും കടമയാണ്, എൻ്റെ മാത്രമല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങളും ചെയ്യണം. മനുഷ്യന് പ്രകൃതിയോടുള്ള ബാധ്യത മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും അത് ആത്മീയതയുടെ ഭാഗമാണെന്നും തികഞ്ഞ ദൈവവിശ്വാസി കൂടിയായ കരീം വ്യക്തമാക്കുന്നു. കാടിന്റെ വഴിയിൽ കരീമിനെ തേടി പുരസ്കാരങ്ങളും ബഹുമതികളും ഒരുപാട് വന്നിട്ടുണ്ട്. വിദേശ സർവകലാശാലകളിൽ നിന്നടക്കം നിരന്തരം ക്ഷണമുണ്ടായിട്ടും ഈ കാട് വിട്ടുപോകാൻ കരീമിക്ക തയ്യാറല്ല. ഈ മരത്തണലിൽ ഒരല്പനേരം ഇരിക്കാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. വയനാടൻ മലമുകളിൽ നിന്നാണ് അടുത്ത പച്ചമനുഷ്യൻ ഇറങ്ങി വരുന്നത്. ആദിവാസി കർഷകനായ രാമൻ. പരമ്പരാഗത നെൽവിത്തിനങ്ങളെയും നെൽവയലുകളെയും സംരക്ഷിച്ച് പച്ചപ്പിന്റെ കാവൽക്കാരനാവുകയാണ് ഈ മനുഷ്യൻ. മറയുന്ന ആദിവാസി കാഴ്ചകളുടെ പച്ചപ്പ് കൂടിയാകുന്നു ഈ കർഷകൻ. നെൽപ്പാടങ്ങളിൽ നിന്ന് ശുഭവാർത്തകൾ അന്യമായ കാലത്താണ് വെയിൽ വീണ് നരച്ച പാടത്തേക്ക് ഈ മനുഷ്യൻ പ്രതീക്ഷയുടെ വിത്തെറിയുന്നത്. നെൽകൃഷി നഷ്ടങ്ങളുടെ കഥകൾ മാത്രം നിരത്തുന്ന കാലത്ത് ഒരു ആദിവാസി കർഷകന്റെ നൂറുമേനിക്കൊയ്ത്ത. പാരമ്പര്യവും അതിൻ്റെ അടയാളങ്ങളും മായ്ച്ചുകളയാൻ സർവരും പാടുപെടുമ്പോൾ കൂടിയാണ് കുറിച്ചിത്തറവാട്ടിലെ രാമന്റെ ജീവിതം വാർത്തയും മാതൃകയുമാകുന്നത്. വയനാട്ടിലെ കമ്പളക്കാട്ടെ പള്ളിയേറ കുറിച്ചിത്തറവാട്ടിലെ രാമൻ നെൽവയലുകളുടെ സംരക്ഷണം ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കുകയാണ്. പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെയും നെൽവയലുകളുടെയും സംരക്ഷണം ഈ മനുഷ്യന് ജീവിതപാഠമാണ്. പള്ളിയറ കുറിച്ചിത്തറവാട്ടിലെ 10 ഏക്കറോളം ഭൂമിയിൽ 8.5 ഏക്കറിലും ഇപ്പോഴും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സുഗന്ധയിനം നെല്ലിനങ്ങൾ ഉൾപ്പെടെ വിളയും. കൂടാതെ വീടിനോട് ചേർന്നുള്ള 2 കാവുകളിൽ
വിലപിടിപ്പുള്ള മരങ്ങളും ഔഷധസസ്യങ്ങളും വേറെയും. മണ്ണിൻ്റെ സ്വാഭാവികതയ്ക്ക് ഒട്ടും കോട്ടം തട്ടാതെയുള്ള ജൈവ കൃഷിരീതി തന്നെയാണ് 69കാരനായ രാമേട്ടൻ്റെ കൃഷിപ്പാടം. പൂർവികർ പാരമ്പര്യമായി കൈമാറിയ കൃഷിയറിവുകൾ അതേപടി പുതിയ കാലത്തും ഉപയോഗിക്കുന്നു. ഫലമാകട്ടെ നൂറുമേനിയും. നഞ്ചയും പുഞ്ചയുമെല്ലാം എല്ലാ കാലത്തും പതിവ് പോലെ. എന്നാൽ ഇത്തവണത്തെ കടുത്ത വരൾച്ച പുഞ്ചയ്ക്ക് ഭീഷണിയായി. നഞ്ച കൊയ്തൊഴിഞ്ഞതോടെ പാടങ്ങൾ സൂര്യകിരണങ്ങൾ ഏറ്റുവാങ്ങി ഉറങ്ങുന്നു. അടുത്ത നഞ്ചയ്ക്കായി. പാടത്തെ ഓരോ ഞണ്ടിൻമടയിലും 2 ലിറ്ററിൽ കുറയാതെ ജലമുണ്ടാകും. നെൽവയലുകളെ തഴഞ്ഞുകൊണ്ടൊരു കൃഷി രാമേട്ടൻ്റെ അജണ്ടയിലില്ല. രാസവളമോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെയുള്ള രാമേട്ടൻ്റെ ചെലവു കുറഞ്ഞ കൃഷിരീതി മാതൃകയാക്കാൻ പുതിയ കാലത്ത് പലരും പരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും തൊഴിൽവെളിയനും തൊണ്ടിയൊക്കെ പലരും വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് കൃഷികളെ കൂടുതൽ ചെലവും അതുപോലെ തന്നെ കൂടുതൽ പണിയും കൂടുതൽ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതുകൊണ്ട് ചുരുങ്ങിയ രീതിയിൽ കൃഷി ചെയ്താൽ വലിയ നേട്ടമില്ലെങ്കിലും കേടുകൂടാത്ത നല്ല വൈക്കോലും നല്ല നെല്ലും നല്ല ഭക്ഷ്യധാന്യം കിട്ടൂ എന്നുള്ളതിൻ്റെ പേരിലും പണി കുറഞ്ഞതിൻ്റെ പേരിലും പലരും ഈ രംഗത്തേക്ക് തിരിച്ചു വരവ് കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഗന്ധകശാല, ജീരകശാല, തൊണ്ടി, കക്കൽ തൊണ്ടി, കയമ ഉൾപ്പെടെ 10ഓളം പാരമ്പര്യ നെൽവിത്തിനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പള്ളിയറയിലെ കൂട്ടുകുടുംബത്തിലേക്ക് ഇന്നേ വരെ പുറമെ നിന്ന് അരി വാങ്ങേണ്ടി വന്നിട്ടില്ല. ആണ്ടോടുകാലം ഉപയോഗിക്കാനുള്ള നെല്ല് പള്ളിയറ തറവാട്ടിലെ പത്തായപ്പുരയിൽ ഭദ്രം. പാരമ്പര്യ നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികളും ഈ ആദിവാസി കർഷകനെ തേടിയെത്തി. കാലം പലവഴി പായുമ്പോഴും രാമൻ തന്റെ ടൈം ടേബിൾ മാറ്റുന്നില്ല. പാടത്തെ പച്ചപ്പും അതുവഴിയുള്ള ജീവിതപ്പച്ചയും ലക്ഷ്യമാക്കി രാമേട്ടന്റെ ജീവിതം തുടരുന്നു. അത്ര തണലൊന്നുമില്ല ഇവിടെ, എങ്കിലും ഒരു ബ്രേക്ക് കൂടി. ആലപ്പുഴ മുഹമ്മയിൽ കാടുകയറിയ ഒരു വീടും പറമ്പുമുണ്ട്. ഈ വീടും പറമ്പും കാണാൻ ആളുകൾ ഒരുപാട് വരുന്നുമുണ്ട്. വന്നു കണ്ടവരൊക്കെയും ദയാൽ മാഷ് തീർത്ത കാട് കണ്ട് അമ്പരക്കുന്നു. ഒപ്പം കാടിനെ മാതൃകയാക്കി ഒരു ജൈവ കൃഷി രീതിയും വളർത്തിയെടുത്തിട്ടുണ്ട് ദയാൽ മാഷ്. കുട്ടനാടിന്റെ ഓരത്തു നിന്നാണ് ഈ കഥ. നിറയെ കൃഷിയുടെയും പച്ചപ്പിന്റെയും പാടങ്ങൾ വിളഞ്ഞുകിടക്കുന്ന കഥ. 30 ആണ്ടുകൾ മുമ്പാണ് ദയാൽ മാഷിന്റെ കയ്യിൽ ഈ 1.5 ഏക്കർ ഭൂമി കിട്ടുന്നത്. നിറയെ പഞ്ചാരമണൽ പരന്നുകിടന്ന ഭൂമി. പതിറ്റാണ്ടുകൾ ഇപ്പുറം ഭൂമിയുടെ ഈ തുണ്ട് അപൂർവമായ ചില മാതൃകകൾ കേരളത്തിനും ലോകത്തിനും കാണിച്ചു തരുന്നു. കാടും കൃഷിയും ഇവിടെ സുന്ദരമായി പങ്കുചേരുന്നു. KV ദയാൽ എന്ന ജൈവമനുഷ്യൻ തീർത്ത സ്വർഗഭൂമിയിലേക്ക് സ്വാഗതം. പച്ചപ്പേതുമില്ലാത്ത ഭൂമിയിൽ ദയാൽ മാഷ് ആദ്യം പരീക്ഷിച്ചത് തെങ്ങ് മാത്രം വെച്ചായിരുന്നു. കുലച്ചു തുടങ്ങിയപ്പോൾ പക്ഷേ രോഗങ്ങൾ വന്നു തുടങ്ങി. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാണ് കാടിനെ മാതൃകയാക്കി കൃഷി രൂപപ്പെടുത്തുകയെന്ന ആലോചനയിലേക്ക് ദയാൽ വന്നെത്തിയത്. അങ്ങനെ 90കളുടെ ആദ്യം ആ സ്വപ്നവളപ്പ് ഉയർന്നു തുടങ്ങി. ആദ്യം പറമ്പിലാകെ ചകിരിച്ചോറ് പുതപ്പു പോലെ നിരത്തുകയായിരുന്നു മാഷ് ചെയ്തത്. പുറകെ എള്ള്, മുതിര, ചെറുപയർ, വമ്പയർ, ചാമ്പ തുടങ്ങിയവയുടെ വിത്തുകൾ വിതറി. മഴക്കാലമായപ്പോഴേക്കും മുള വന്നു, ഒപ്പം കളയും. ആദ്യ വർഷം വെയിൽ വന്നപ്പോൾ അത് നശിച്ചു. 2ാം വർഷവും 3ാം വർഷവും ഇത് തുടർന്നു. മണ്ണിൽ ദയാലിന്റെ പരീക്ഷണങ്ങളായിരുന്നു അതൊക്കെയും. ഒരു കാടിന്റെ പിറവിക്കുള്ള മുന്നൊരുക്കങ്ങൾ. അടിക്കാടാണ് ആദ്യം ഒരുക്കേണ്ടതെന്ന അറിവായിരുന്നു അതിനു പിന്നിൽ. പിറകെ തേക്കും മഹാഗണിയും ആഞ്ഞിലിയും പ്ലാവും ഒക്കെ നട്ടു. ഇത് ഞാൻ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ
പഞ്ചസാര പോലെ വെളുത്ത ഒരു പുല്ല് പോലും ഇല്ലായിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പൊ നോക്കിയാൽ ഇത് 1.5 ഏക്കറാണ്. 1.5 ഏക്കറിൽ 1 ഏക്കർ കാടും 1/2 ഏക്കർ കൃഷിയിടമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വലിയ കാട് ആയിട്ടും കാട് കാണാനായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതില് ഒരുപാട് ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. ഒരുപാട് വെച്ച് പിടിപ്പിക്കുകയും 3 നേരം നനച്ചും പിടിപ്പിച്ച ചെടികൾ, പിന്നെ താനെ വളർന്ന ഒരുപാട് ചെടികൾ. ഈ പ്രദേശത്തുള്ള ഒരു 250 ഇനം സസ്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇന്നിപ്പോൾ ദയാൽ മാഷിന്റെ കാട്ടിൽ 20 വർഷത്തിലേറെ പ്രായമുള്ള മരങ്ങൾ തലപൊക്കി നിൽക്കുന്നു. ഞാവൽ, ഞാറ, മരോട്ടി, കാര അങ്ങനെ നീളുന്നു ആ പട്ടിക. ആകെയുള്ള 1.5 ഏക്കറിൽ 1 ഏക്കറിലാണ് കാട്. ബാക്കി 1/2 ഏക്കറിലാണ് ജൈവകൃഷിയിലെ ദയാൽ പരീക്ഷണങ്ങൾ. തെങ്ങും വാഴയും ചേമ്പും മുതൽ റംബുട്ടാനും ആപ്പിളും അടക്കമുള്ള പഴങ്ങൾ വരെ ആ നിരയിലുണ്ട്. പറമ്പിൽ മാത്രമുള്ള ജൈവകൃഷിയല്ല ദയാലിൻ്റേത്. അത് അടിമുടി ജൈവ വഴി തേടുന്നു. ഇതിനകത്ത് ഈ 1 ഏക്കർ, ഇത് 1.5 ഏക്കറാണ് മൊത്തം. 1.5 ഏക്കറിൽ 1 ഏക്കർ കാടും 1/2 ഏക്കർ കൃഷിയിടമാണ്. അപ്പൊ ഈ 1 ഏക്കറിൽ ഒരു പരിപാലനവും ഇല്ല. ഇവിടെ വീഴുന്ന സൂര്യപ്രകാശം ഈ മരങ്ങൾ പിടിച്ചെടുത്ത് അതിന്റെ ഇലയും തണ്ടും തടിയും മണ്ണിലേക്ക് വീണ് പൊടിഞ്ഞ് അതിന് തന്നെ വളമാകും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പരിപാലനം ഒന്നും തന്നെ ഇല്ല. 1/2 ഏക്കറിൽ ഈ 1 ഏക്കറിലെ കാട്ടിലെ ചപ്പുചവറുകളും ഇലകളും തടിയും അങ്ങോട്ടും കൊണ്ടുപോയി ഇത് വളമായിട്ട് ഉപയോഗിക്കും. അവിടെ നനയുണ്ട്, അത്യാവശ്യത്തിന് കിളക്കേണ്ടടുത്ത് കിളക്കും, ചെറിയ ഋതുകാല വിളകൾക്കൊക്കെ കിളക്കണം. പക്ഷെ കിളച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ ചവറ് കൊണ്ട് അതിന് പുതയും. പ്രകൃതിദത്തമായ ഒരു കാടാണ് ദയാലിന്റെ ലക്ഷ്യം. ഒപ്പം വിളകൾ കൊണ്ടൊരു കാടും. ഈ മണ്ണിൽ ഒരിക്കലും അടിക്കാട് വെട്ടാറില്ല. സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലെത്തരുതെന്നാണ് ഇവിടുത്തെ നയം. വീട്ടുകാരുടെ മുഴുവൻ പിന്തുണയിൽ മാഷ് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നടക്കുന്നു. ആ ശ്രമങ്ങൾ കേരളത്തെയും ജൈവകൃഷിക്ക് വളക്കൂറുള്ള മണ്ണാക്കുന്നു. അങ്ങനെ ഈ 1.5 ഏക്കർ പറമ്പിൽ കേരളത്തിന്റെ നല്ല നാളേക്കായി പ്രതീക്ഷകൾ പച്ചപ്പെട്ടു നിൽക്കുന്നു. ഭൂമിക്ക് മേൽ പച്ചവിരിച്ച ഈ ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. ഇവിടെ കണ്ട ഓരോ ജീവിതങ്ങളും ഓരോ പാഠപുസ്തകമാണ്. മഴകളെ, പുഴകളെ, കാറ്റിനെ, കാടിനെ, തണുപ്പിനെ ഒക്കെ കാത്തുവെക്കുന്ന ഒരു പാഠപുസ്തകം. ഈ ജീവിതത്തിൽ നിന്നും ചിലതെങ്കിലും നമ്മൾ പകർത്തിയാൽ അതുതന്നെ വലിയ കാര്യം. കലിഡോസ്കോപ്പിന്റെ പ്രത്യേക പതിപ്പ് ഇവിടെ സമർപ്പിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തും. അതിന് നിങ്ങൾ പ്രേക്ഷകർ കൂടി കൈകോർക്കണം. പ്രൊഡ്യൂസർ കലിഡോസ്കോപ്പ്, ഇന്ത്യ വിഷൻ, ടുറ്റൂസ് ടവർ, പാടിവട്ടം, കൊച്ചി എന്ന വിലാസം മറക്കണ്ട. വിളിച്ചും പറയാം 9447498601. ഇതുപോലെ തണുപ്പുള്ള, കുളിർമയുള്ള മറ്റനേകം വിശേഷങ്ങളുമായി ഞങ്ങൾ മടങ്ങിയെത്തും. ഇപ്പോൾ വിടാം.